9ാം ക്ലാസ്സിലെ എല്ലാ പ്രിയ വിദ്യാർത്ഥികളെയും കെമിസ്ട്രി ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന 3ാമത്തെ അധ്യായമാണ് അല്ലേ. 3ാമത്തെ അധ്യായത്തിലെ ഫാക്ടേഴ്സ് വിച്ച് എഫക്ട് ദ റേറ്റ് ഓഫ് റിയാക്ഷൻ, രാസപ്രവർത്തന വേഗതയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. അപ്പോൾ നമുക്ക് ഇന്ന് ചർച്ച ചെയ്യാനുള്ളത് ടെമ്പറേച്ചർ. ഹൗ ടെമ്പറേച്ചർ എഫക്ട് ദ സ്പീഡ് ഓഫ് റിയാക്ഷൻ, അല്ലെങ്കിൽ താപനില രാസപ്രവർത്തന വേഗതയെ എങ്ങനെ സ്വാധീനിക്കുന്നുവെന്ന് നമുക്കൊരു പരീക്ഷണത്തിലൂടെ മനസ്സിലാക്കാം. അപ്പോൾ അതിനു മുമ്പായി പരീക്ഷണത്തിന് ആവശ്യമായ പദാർത്ഥങ്ങൾ, റിയാക്ടൻസ് ഏതൊക്കെയാണ്, മെറ്റീരിയൽസ് റിക്വയർഡ് ഏതൊക്കെയാണെന്ന് നോക്കാം. സോ ഹിയർ ദ എക്സ്പെരിമെന്റ്, ദ റിയാക്ഷൻ ബിറ്റ്വീൻ സോഡിയം തയോസൾഫേറ്റ് ആൻഡ് ഡയലൂട്ട് HCl. സോഡിയം തയോസൾഫേറ്റ് Na2H2O3 എന്ന് പറഞ്ഞാൽ സോഡിയം തയോസൾഫേറ്റ് ആണ്. സോഡിയം തയോസൾഫേറ്റും നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ടുള്ള പ്രവർത്തനമാണ് നമ്മൾ ഉദാഹരണമായിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഈ പരീക്ഷണം ചെയ്യുന്നതിൻ്റെ ക്രമം എന്താണെന്ന് പറയാം. ക്രമം എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ കാണുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ രണ്ട് ബീക്കർ എടുക്കുക. രണ്ട് ബീക്കറിൽ നേർപ്പിച്ച സോഡിയം തയോസൾഫേറ്റ് ലായനി തയ്യാറാക്കുക. തുല്യ ഗാഢതയുള്ള നേർപ്പിച്ച സോഡിയം തയോസൾഫേറ്റ് ലായനി രണ്ട് ബീക്കറിലും എടുക്കുക. എന്നിട്ട് രണ്ടാമത്തെ ബീക്കറിനെ ചൂടാക്കുക. ചൂടാക്കിയതിന് ശേഷം തുല്യ അളവിൽ നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് രണ്ട് ബീക്കറിലേക്കും ഒഴിക്കുന്നു. അപ്പം നിങ്ങൾ നിരീക്ഷിക്കേണ്ടത് ഏത് ബീക്കറിലാണോ മാറ്റം വരുന്നത്, ഒന്നാമത്തേലാണോ രണ്ടാമത്തേലാണോ മാറ്റം കാണപ്പെടുന്നതെന്നാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ എക്സ്പെരിമെൻ്റ് ഒന്നും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. The reaction between sodium thiosulfate and dilute HCl, prepare equal concentration of sodium thiosulfate in both beakers. Then one of the beaker is heated. Then add equal quantity of dilute hydrochloric acid in both beakers simultaneously. Then observe the changes. അപ്പോൾ എക്സ്പെരിമെൻ്റ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്കിനി പരീക്ഷണം ഒന്ന് കാണാം. രണ്ട് ബീക്കറിലും തുല്യ അളവിൽ സോഡിയം തയോസൾഫേറ്റ് ലായനി എടുത്തിരിക്കുന്നു. ഇതിൽ രണ്ടാമത്തെ ബീക്കർ ചൂടാക്കിയിട്ടുണ്ട്. രണ്ടിലേക്കും ഒരേ സമയത്ത് തുല്യ അളവ് നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് ചേർക്കുന്നു. രണ്ടാമത്തെ ബീക്കറിൽ, അതായത് ചൂടാക്കിയ ബീക്കറിൽ വളരെ വേഗത്തിൽ ഇളം മഞ്ഞ നിറത്തിൽ സൾഫർ അവക്ഷിപ്തപ്പെടുന്നു. ഒന്നാമത്തെ ബീക്കറിലും സൾഫർ അവക്ഷിപ്തപ്പെടുന്നുണ്ട്, വളരെ സാവധാനത്തിലാണെന്ന് മാത്രം. എല്ലാവരും പരീക്ഷണം ശ്രദ്ധിച്ചുവല്ലോ. രണ്ട് ബീക്കറിലും പ്രസിപ്പിറ്റേറ്റ് അഥവാ അവക്ഷിപ്തം ഉണ്ടാവുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. അതിൽ ഏത് ബീക്കറിലാണ് ആദ്യം പ്രസിപ്പിറ്റേറ്റ് ഉണ്ടായത് അല്ലെങ്കിൽ അവക്ഷിപ്തം ഉണ്ടായത്? തീർച്ചയായിട്ടും നിങ്ങൾക്കറിയാം, ഹൈ ടെമ്പറേച്ചറിലുള്ളതാണ്. ഹൈ ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ ഏതാണ്? ചൂടാക്കിയ ടെസ്റ്റ് ട്യൂബ് അഥവാ ചൂടാക്കിയ ബീക്കറിൽ, രണ്ടാമത്തെ ബീക്കറിലാണ് വളരെ വേഗത്തിൽ അവക്ഷിപ്തം ഉണ്ടായിരിക്കുന്നത്. ഇനി അവക്ഷിപ്തത്തിന്റെ കളറ് ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ? പെയിൽ യെല്ലോ കളറാണ്, ഇളം മഞ്ഞ നിറത്തിലാണ് അവക്ഷിപ്തം ഉണ്ടായിരിക്കുന്നത്. ഇനി അവക്ഷിപ്തത്തിന് കാരണമായ പദാർത്ഥം ഏതാണെന്ന് നമുക്ക് ഈ സമവാക്യം പരിശോധിച്ചിട്ടൊന്ന് മനസ്സിലാക്കാം. സോഡിയം തയോസൾഫേറ്റ് നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡുമായി പ്രവർത്തിക്കുമ്പോൾ സോഡിയം ക്ലോറൈഡ് ആ ദ്രാവകത്തിൽ തന്നെ, ലിക്വിഡിൽ തന്നെ ഉണ്ടായിരിക്കും. പിന്നെ H2O ജലം ഉണ്ടാവുന്നുണ്ട്. പിന്നെ SO2 സൾഫർ ഡൈ ഓക്സൈഡ് ഗ്യാസ് പ്ലസ് എസ് എന്ന് പറയുമ്പോൾ സൾഫർ. അപ്പോൾ അവിടെ അവക്ഷിപ്തപ്പെടുന്ന പദാർത്ഥമാണ് സൾഫർ. സൾഫറാണ് രാസപ്രവർത്തനം നടന്നു കഴിയുമ്പോൾ അവക്ഷിപ്തപ്പെടുത്തുക, അതായത് പ്രസിപ്പിറ്റേറ്റ് ആയിട്ട് ഫോം ചെയ്യുന്നത്. അപ്പോൾ ഇളം മഞ്ഞ നിറത്തിൽ ബീക്കറിൽ അവശേഷിച്ച പദാർത്ഥം ഏതാണ്? സൾഫറാണ്. ആശയം വ്യക്തമായെന്ന് വിചാരിക്കുന്നു. നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡും സോഡിയം തയോസൾഫേറ്റുമായിട്ടുള്ള രാസപ്രവർത്തനത്തിൽ ചൂടാക്കിയ ബീക്കറിലാണ് വളരെ വേഗത്തിൽ സൾഫർ അവക്ഷിപ്തപ്പെടുത്തുന്നത്. The sulfur is precipitated fastly in heated test tube. ഓക്കെ, ഇനി ഒന്നാമത്തെ ടെസ്റ്റ് ട്യൂബ് അഥവാ ഒന്നാമത്തെ ബീക്കറിലും സൾഫർ പ്രസിപ്പിറ്റേറ്റ് ചെയ്തു. അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ? അത് രണ്ടാമത്തെ ബീക്കറിനെ അപേക്ഷിച്ച് ഒന്നാമത്തേൽ കുറച്ച് സാവധാനത്തിലാണ് പ്രസിപ്പിറ്റേറ്റ് ചെയ്തത്. അപ്പോൾ എങ്ങനെയായാലും രാസപ്രവർത്തനം നടക്കുന്നു. രാസപ്രവർത്തനത്തിൻ്റെ വേഗത ഏതിലാണ്? വൺ ഓഫ് ദ റിയാക്ടൻറ്റ് ഈസ് ഹീറ്റഡ്. ഏതെങ്കിലും ഒരു
അഭികാരകം ചൂടാക്കിയപ്പോഴാണ് അവിടെ രാസപ്രവർത്തനം വേഗത്തിൽ നടന്നത്. അപ്പോൾ പ്രവർത്തനത്തിൽ രണ്ടിലും തുല്യ അളവിൽ സോഡിയം തയോസൾഫേറ്റ് ലായനി ഒരു ബീക്കറിനെ ചൂടാക്കുന്നു. ചൂടാക്കിയ ബീക്കറിൽ സൾഫർ ഇളം മഞ്ഞ നിറത്തിൽ പേൽ യെല്ലോ കളറിൽ വളരെ വേഗത്തിൽ പ്രസിപ്പിറ്റേറ്റ് ചെയ്യുന്നു. ഇനി നമുക്ക് നോക്കാനുള്ളത് എന്തുകൊണ്ടായിരിക്കാം ചൂടാക്കിയ ബീക്കറിൽ സൾഫർ വേഗത്തിൽ പ്രസിപ്പിറ്റേറ്റ് ചെയ്തത്. അപ്പോൾ നമുക്കറിയാം റിയാക്ഷൻ നടക്കണമെങ്കിൽ കൊളീഷൻ വേണമെന്ന് അറിയാം അല്ലേ. കൊളീഷൻ അഥവാ കൂട്ടിമുട്ടൽ അഭികാരക തന്മാത്രകളുടെ അല്ലെങ്കിൽ റിയാക്ടന്റ് മോളിക്യൂൾസിന്റെ കൂട്ടിമുട്ടൽ സംഭവിക്കുമ്പോൾ മാത്രമാണ് രാസപ്രവർത്തനം നടക്കുന്നത്. ഇനി ആ കൊളീഷന്റെ റേറ്റ് സ്പീഡ് കൂട്ടാനായിട്ട് ഇവിടെ ടെമ്പറേച്ചർ എങ്ങനെയാണ് സഹായിച്ചതെന്ന് നോക്കാം. when you heat the beaker, second beaker, here the kinetic energy of the reactant molecule increases. Kinetic energy of the reactant molecule increases. When the kinetic energy increases, the effective collision increases. When the molecules have more energy, the collision will be effective. So the speed of reaction increases. Then listen again. There is a new term, threshold energy. Threshold energy. Threshold energy is the minimum amount of energy required for the reactant molecules to take part in a chemical reaction. So that energy is called threshold energy. Threshold energy എന്ന് പറഞ്ഞാൽ രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കണമെങ്കിൽ അഭികാരക തന്മാത്രകൾക്ക് ഒരു നിശ്ചിത അളവ് ഊർജ്ജം ആവശ്യമാണ്. നിശ്ചിത അളവ് ഊർജ്ജം. അപ്പോൾ ഇവിടെ ഊർജ്ജം എന്ന് പറയുമ്പോൾ ഏതാണ്? ഗതികോർജ്ജം അല്ലേ. തന്മാത്രകൾ കൂട്ടിമുട്ടണമെങ്കിൽ അവയ്ക്ക് ചലനം മൂലമുള്ള ഊർജ്ജമാണ് ഉണ്ടാവേണ്ടത്. അപ്പോൾ ചലനം മൂലമുള്ള ഊർജ്ജത്തിന് എന്താ പറയുന്നത്? കൈനറ്റിക് എനർജി അല്ലെങ്കിൽ ഗതികോർജ്ജം. അപ്പോൾ ത്രെഷോൾഡ് എനർജി എന്ന് പറഞ്ഞാൽ രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കണമെങ്കിൽ അഭികാരക തന്മാത്രകൾക്ക് ഒരു നിശ്ചിത അളവ് ഊർജ്ജം ആവശ്യമാണ്. ആ നിശ്ചിത അളവ് ഊർജ്ജത്തെ പറയുന്ന പേരാണ് ത്രെഷോൾഡ് എനർജി. ദാറ്റ് മീൻസ് ടു ടേക്ക് പാർട്ട് ഇൻ കെമിക്കൽ റിയാക്ഷൻ molecule should possess a minimum amount of energy. That means a minimum amount of kinetic energy. That minimum amount of kinetic energy is called threshold energy. അപ്പോൾ threshold energy ഉള്ള മോളിക്യൂൾസ് മാത്രമാണ് ഇഫക്റ്റീവ് കൊളീഷനിൽ ഫലപ്രദമായ കൂട്ടിമുട്ടലിൽ പങ്കെടുക്കുന്നത്. ആശയം വ്യക്തമായി വിചാരിക്കുന്നു. ത്രെഷോൾഡ് എനർജി എന്ന് പറയുമ്പോൾ ഒന്നും കൂടെ ഓർമ്മിക്കുക. അഭികാരക തന്മാത്രകൾക്ക് അതായത് റിയാക്ടന്റ് മോളിക്യൂൾസിന് രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കാൻ ആവശ്യമായ നിശ്ചിത അളവ് ഊർജ്ജം. ഇവിടെ നിശ്ചിത അളവ് ഊർജ്ജം എന്ന് പറയുമ്പോൾ എന്താണ്? നിശ്ചിത അളവ് കൈനറ്റിക് എനർജി. ആ എനർജിയെ പറയുന്ന പേരാണ് ത്രെഷോൾഡ് എനർജി. അപ്പോൾ നമ്മൾ ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ അതായത് ചൂടാക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ത്രെഷോൾഡ് എനർജി ഉള്ള മോളിക്യൂൾസിൻ്റെ അല്ലെങ്കിൽ തന്മാത്രകളുടെ എണ്ണം കൂടുന്നു. ത്രെഷോൾഡ് എനർജി ഉള്ള മോളിക്യൂൾസിൻ്റെ അഥവാ തന്മാത്രകളുടെ എണ്ണം കൂടുന്നു. അപ്പോൾ കൈനറ്റിക് എനർജി ഉള്ള തന്മാത്രകളുടെ അല്ലെങ്കിൽ മോളിക്യൂൾസിൻ്റെ എണ്ണം കൂടുമ്പോഴോ അവ തമ്മിൽ വളരെ വേഗത്തിൽ കൂട്ടിമുട്ടൽ നടക്കുന്നു. അതിൻ്റെ ഫലമായി രാസപ്രവർത്തനം വേഗത്തിൽ നടക്കുന്നു. ആശയം വ്യക്തമായി എന്ന് വിചാരിക്കുന്നു. അടുത്തതായി നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് കാറ്റലിസ്റ്റ് അഥവാ ഉൽപ്രേരകങ്ങൾ രാസപ്രവർത്തന വേഗതയെ സ്വാധീനിക്കുന്നത് എങ്ങനെ. ഹൗ കാറ്റലിസ്റ്റ് ഇൻക്രീസ് ഓർ ഡിക്രീസ് ദ സ്പീഡ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ. അപ്പോൾ അതിന് മുൻപായിട്ട് എന്താണ് കാറ്റലിസ്റ്റ് അഥവാ ഉൽപ്രേരകമെന്ന് നമുക്കൊന്ന് നോക്കാം. Catalysts are substances which alter the rate of chemical reactions without themselves undergoing any permanent chemical change. അതായത് സ്വയം സ്ഥിരമായ രാസമാറ്റത്തിന് വിധേയമാകാതെ രാസപ്രവർത്തന വേഗത്തിൽ മാറ്റമുണ്ടാക്കുന്ന പദാർത്ഥങ്ങളാണ് ഉൽപ്രേരകങ്ങൾ. ഡെഫിനിഷൻ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഡെഫിനിഷൻ നോട്ട്ബുക്കിൽ എഴുതണം. അതുപോലെ ബോർഡിലുള്ള ഇക്വേഷൻസ് എഴുതിയെടുക്കണം. ഈ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഉണ്ടെങ്കിൽ അതൊക്കെ സയൻസ് ഡയറിയിൽ എഴുതാൻ മറന്നു പോകരുത്. ഇനി കാറ്റലിസ്റ്റ് എന്താണെന്ന് നമുക്ക് ഒന്നുകൂടെ ഒന്ന് പരിശോധിക്കാം. ചില രാസപ്രവർത്തനങ്ങൾ അല്ലേ, ചിലപ്പോൾ നമുക്ക് ചില സമയത്ത് രാസപ്രവർത്തനങ്ങളുടെ വേഗത വർദ്ധിപ്പിക്കേണ്ടി വരും. ചില സമയത്ത് ചില പ്രവർത്തനങ്ങളുടെ വേഗത കുറയ്ക്കേണ്ട ആവശ്യം വരും. Sometimes there may be an occasion to increase the speed of chemical reaction or to decrease the speed of chemical reaction. ചില രാസപ്രവർത്തനങ്ങളുടെ വേഗത കൂട്ടാനും ചില രാസപ്രവർത്തനങ്ങളുടെ വേഗത കുറയ്ക്കാനും നാം ചേർക്കുന്ന സബ്സ്റ്റൻസസ് പദാർത്ഥങ്ങളാണ് ഉൽപ്രേരകം. അതായത് കാറ്റലിസ്റ്റ് ആർ ദ സബ്സ്റ്റൻസസ് വിച്ച് ഓൾട്ടർ ദ സ്പീഡ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ. ഓൾട്ടർ എന്ന് പറഞ്ഞാൽ ചേഞ്ച്. രാസപ്രവർത്തനത്തിൻ്റെ വേഗതയിൽ
മാറ്റം വരുത്താനായി ചേർക്കുന്ന പദാർത്ഥങ്ങളാണ് ഉൽപ്രേരകങ്ങൾ അഥവാ കാറ്റലിസ്റ്റ്. ഇനി ആൾട്ടർ എന്ന് പറയുമ്പോൾ ചേഞ്ച് എങ്ങനെയാവാം? വേഗത കൂട്ടുന്നതായിരിക്കാം, അല്ലെങ്കിൽ വേഗത കുറയ്ക്കുന്നതായിരിക്കാം. അപ്പോൾ നമുക്കിനി നോക്കാനുള്ളത് പിന്നെ ഒരു പ്രത്യേകതയും കൂടി ഉള്ളത്, കാറ്റലിസ്റ്റ് ദേ ഡസൻ ടേക്ക് പാർട്ട് ഡയറക്ട്ലി ഇൻ കെമിക്കൽ റിയാക്ഷൻ. ഒരു രാസപ്രവർത്തനത്തിൽ ഉൽപ്രേരകങ്ങൾ നേരിട്ട് പങ്കെടുക്കുന്നില്ല. ദേ ഓൺലി അൾട്ടർ ദ സ്പീഡ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ. രാസപ്രവർത്തന വേഗതയിൽ മാറ്റം വരുത്തുക മാത്രമാണ് ഉൽപ്രേരകങ്ങൾ അഥവാ കാറ്റലിസ്റ്റുകൾ ചെയ്യുന്നത്. ഒരിക്കലും അവ രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നില്ല. നമ്മൾ ഏതെങ്കിലും ഒരു പ്രവർത്തനത്തിൽ ഒരു പദാർത്ഥം കാറ്റലിസ്റ്റ് അല്ലെങ്കിൽ ഉൽപ്രേരകമായി ഉപയോഗിച്ചു എന്ന് കരുതുക. അപ്പോൾ രാസപ്രവർത്തനം മുഴുവൻ നടന്നു കഴിഞ്ഞാലും നമ്മൾ ചേർത്തിട്ടുള്ള കാറ്റലിസ്റ്റിന്റെ അഥവാ ഉൽപ്രേരകത്തിന്റെ അളവിന് യാതൊരുവിധ മാറ്റവും ഉണ്ടാവില്ല. ഒരു 10 ഗ്രാമാണ് ചേർത്തതുണ്ടെങ്കിൽ രാസപ്രവർത്തനം കഴിയുമ്പോഴും പ്രവർത്തനം കഴിഞ്ഞാലും ആ കാറ്റലിസ്റ്റ് എത്ര ഉണ്ടായിരിക്കും? 10 ഗ്രാം തന്നെ ഉണ്ടായിരിക്കും. അതായത് അവ ഒരിക്കലും നേരിട്ട് രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നില്ല. പിന്നെ രാസപ്രവർത്തന വേഗതയെ സ്വാധീനിക്കുന്നു. വേഗത കൂട്ടാനും അതുപോലെ വേഗത കുറയ്ക്കാനുമാണ് സഹായിക്കുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത്, ഇവിടെ ഒരു സമവാക്യം എഴുതിയിട്ടുണ്ട്. H2O2 എന്ന് പറയുമ്പോൾ ഹൈഡ്രജൻ പെറോക്സൈഡ് ആണ്. ഹൈഡ്രജൻ പെറോക്സൈഡ് വിഘടിക്കുമ്പോൾ ജലവും ഓക്സിജനുമായിട്ട് മാറുന്നു. ഇത് വളരെ സാവധാനത്തിൽ നടക്കുന്ന ഒരു രാസപ്രവർത്തനമാണ്. ഡീകമ്പോസിഷൻ ഓഫ് ഹൈഡ്രജൻ പെറോക്സൈഡ് ഇസ് എ സ്ലോ റിയാക്ഷൻ. വളരെ സാവധാനത്തിൽ മാത്രം നടക്കുന്ന പ്രവർത്തനമാണ് ഹൈഡ്രജൻ പെറോക്സൈഡിന്റെ വിഘടനം. ഹൈഡ്രജൻ പെറോക്സൈഡ് വിഘടിക്കുമ്പോൾ പുറത്തു വരുന്ന വാതകം ഏതാണ്? ഇവിടെ ഓക്സിജൻ ആണ് പുറത്തു വരുന്ന വാതകം. ഓക്സിജന്റെ പ്രത്യേകത നിങ്ങൾക്കറിയാം അല്ലേ? കത്താൻ സഹായിക്കുന്ന വാതകമാണ് ഏത്? ഓക്സിജൻ. കമ്പസ്റ്റിന് സഹായിക്കുന്ന ഗ്യാസാണ് ഓക്സിജൻ. ഓക്സിജന്റെ പ്രസൻസിൽ മാത്രമേ കമ്പസ്റ്റിൻ അഥവാ അല്ലെങ്കിൽ ജ്വലനം നടക്കുകയുള്ളൂ. ഇതൊക്കെ ചെറിയ ക്ലാസ്സിൽ പഠിച്ചതായിരിക്കും. അപ്പോൾ ഹൈഡ്രജൻ പെറോക്സൈഡ് വിഘടിച്ച് ഡീകമ്പോസ് ചെയ്ത് ഓക്സിജൻ ഗ്യാസ് റിലീസ് ചെയ്യുന്നത് സ്ലോ റിയാക്ഷൻ ആണ്. അപ്പോൾ ഇതിന്റെ വേഗത വർദ്ധിപ്പിക്കാനായിട്ട് നമുക്ക് ഏത് കാറ്റലിസ്റ്റ് ഉപയോഗിക്കാം? അല്ലെങ്കിൽ കാറ്റലിസ്റ്റ് ഉപയോഗിക്കുമ്പോൾ പ്രവർത്തനത്തിന്റെ വേഗതയിൽ മാറ്റം വരുന്നുണ്ടോ? ഇതൊക്കെ മനസ്സിലാക്കാനായിട്ട് ഹൈഡ്രജൻ പെറോക്സൈഡിന്റെ വിഘടനം കാണിക്കുന്ന ഒരു പരീക്ഷണം നമുക്ക് കാണാം. ഹൈഡ്രജൻ പെറോക്സൈഡ്, മാംഗനീസ് ഡയോക്സൈഡ് അവ പ്രത്യേകം ബോട്ടിലുകളിൽ കാണാം. കറുത്ത നിറത്തിലുള്ള പൊടിയാണ് മാംഗനീസ് ഡയോക്സൈഡ്. ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ വിഘടന വേഗത വർദ്ധിപ്പിക്കാൻ നമ്മൾ ചേർക്കുന്ന ഉൽപ്രേരകമാണ് മാംഗനീസ് ഡയോക്സൈഡ്. കോണിക്കൽ ഫ്ലാസ്കിലുള്ള ഹൈഡ്രജൻ പെറോക്സൈഡിലേക്ക് വളരെ കുറഞ്ഞ അളവിൽ മാംഗനീസ് ഡയോക്സൈഡ് ചേർത്തിട്ടുണ്ട്. ഉൽപ്രേരകം വീണ്ടും കുറച്ചുകൂടെ ചേർക്കുന്നു. ചെറിയ രീതിയിൽ രാസപ്രവർത്തനം നടക്കുന്നുണ്ട്. ഇനി കോണിക്കൽ ഫ്ലാസ്കിനെ ഒന്ന് ഷേക്ക് ചെയ്യുന്നു, നന്നായിട്ട് ഇളക്കുന്നു, കുലുക്കുന്നു. ഇനി ശ്രദ്ധിക്കൂ, കോണിക്കൽ ഫ്ലാസ്കിൽ ധാരാളം കുമിളകൾ ഉണ്ടാകുന്നത് കാണാം അല്ലേ? കുമിളകൾ മുകളിലേക്ക് വരുന്നത് കാണാം. അത് ഓക്സിജൻ വാതകത്തിൻ്റെ സാന്നിധ്യമാണ്. അപ്പോൾ മാംഗനീസ് ഡയോക്സൈഡ് ചേർത്തപ്പോൾ ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ വിഘടനം വളരെ വേഗത്തിലായി. ഓക്സിജൻ വളരെ വേഗത്തിൽ പുറത്തു വരുന്നുണ്ട്. പുറത്തു വരുന്ന വാതകം ഓക്സിജൻ തന്നെയാണോ എന്ന് നമുക്ക് പരിശോധിച്ചറിയാം. ഈർക്കിൽ കഷ്ണം കോണിക്കൽ ഫ്ലാസ്കിനുള്ളിലേക്ക് കടത്തുമ്പോൾ ശ്രദ്ധിച്ചുവല്ലോ, നന്നായിട്ട് കത്തുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചുവല്ലോ. അപ്പോൾ അതിൽ നിന്നും കത്താൻ സഹായിക്കുന്ന വാതകമാണ് ഓക്സിജൻ എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇപ്പോഴും ഓക്സിജൻ പുറത്തു വരുന്നുണ്ട്. അതുകൊണ്ടാണ് കെടുത്തിയ ഈർക്കിൽ കഷ്ണം അല്ലെങ്കിൽ ഗ്ലോയിങ് സ്പ്ലിൻഡർ വീണ്ടും നല്ല ശോഭയോടെ നന്നായിട്ട് കത്തുന്നത്. കോണിക്കൽ ഫ്ലാസ്കിലുള്ള റിയാക്റ്റൻ്റ് അഭികാരക തന്മാത്രകൾ മുഴുവനായിട്ട് പ്രവർത്തിച്ച് തീരുന്നത് വരെ, അതായത് അതിലുള്ള ഹൈഡ്രജൻ പെറോക്സൈഡ് മുഴുവൻ വിഘടിച്ച് കഴിയുന്നത് വരെ കോണിക്കൽ ഫ്ലാസ്കിൽ നിന്ന് ഓക്സിജൻ വാതകം പുറത്തു വന്നുകൊണ്ടിരിക്കും. എല്ലാവരും പരീക്ഷണം ശ്രദ്ധിച്ചുവല്ലോ. അപ്പോൾ പരീക്ഷണത്തിൽ വളരെ വേഗത്തിൽ ഓക്സിജൻ ഗ്യാസ് പുറത്തു വരാൻ വേണ്ടി നമ്മളൊരു കാറ്റലിസ്റ്റ് അല്ലെങ്കിൽ ഒരു പദാർത്ഥം ചേർത്തു അല്ലേ? ഏതായിരുന്നു അത്? MnO2. MnO2 എന്ന് പറയുമ്പോൾ മാംഗനീസ് ഡയോക്സൈഡ്. മാംഗനീസ് ഡയോക്സൈഡ് എന്നുള്ള സബ്സ്റ്റൻസ് പദാർത്ഥമാണ് കാറ്റലിസ്റ്റായിട്ട് അവിടെ ചേർത്തത്.
ഉൽപ്രേരകമായി ചേർത്തത്. അപ്പോൾ ഈ കാറ്റലിസ്റ്റിനെ നമ്മൾ പറയുന്ന പേരാണ് പോസിറ്റീവ് കാറ്റലിസ്റ്റ്. പോസിറ്റീവ് കാറ്റലിസ്റ്റ് ആർ ദ സബ്സ്റ്റൻസസ് വിച്ച് ഇൻക്രീസ് ദ സ്പീഡ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ. രാസപ്രവർത്തനത്തിന്റെ വേഗത വർദ്ധിപ്പിക്കാൻ ചേർക്കുന്ന ഉൽപ്രേരകങ്ങളാണ് പോസിറ്റീവ് ഉൽപ്രേരകങ്ങൾ. ആശയം വ്യക്തമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, മാംഗനീസ് ഡൈ ഓക്സൈഡ് ഇട്ട ഉടനെ വളരെ വേഗത്തിൽ പതഞ്ഞു പൊങ്ങി ഓക്സിജൻ വാതകം പുറത്തു വയ്ക്കും അല്ലേ. അപ്പോൾ ഓക്സിജൻ വാതകം പുറത്തു വന്നത് തിരിച്ചറിയാനായിട്ട് നമ്മൾ എന്താ പരീക്ഷണം ചെയ്തത്? ഒരു ഇൻസെൻസ് സ്റ്റിക്ക് അല്ലെങ്കിൽ ഒരു ഇർക്കിളിൻ്റെ കഷ്ണം നന്നായിട്ട് കത്തിച്ചിട്ട് അത് കെടുത്തി അല്ലേ. കെടുത്തിയിട്ട് എന്ത് ചെയ്തു? ആ ബീക്കറിൻ്റെ അല്ലെങ്കിൽ ടെസ്റ്റ് ട്യൂബിൻ്റെ ഉള്ളിലേക്ക് കാണിച്ചു. അപ്പോൾ കെടുത്തിയതിന് ശേഷം കാണിക്കുമ്പോൾ അത് നന്നായിട്ട് ആളിക്കത്തിയത് എല്ലാവരും ശ്രദ്ധിച്ചു എന്ന് വിചാരിക്കുന്നു. കാരണം എന്താണ്? ഉൽപ്രേരകം ചേർത്തപ്പോൾ ഹൈഡ്രജൻ പെറോക്സൈഡ് വളരെ വേഗത്തിൽ വിഘടിച്ച് ഡീകമ്പോസ് ചെയ്തിട്ട് ഓക്സിജൻ വേഗത്തിൽ പുറത്തു വന്നു. ഇനി ഇതേ പരീക്ഷണത്തിൽ തന്നെ രാസപ്രവർത്തനത്തിന്റെ വേഗതയെ കുറയ്ക്കാൻ ചേർക്കുന്ന ഉൽപ്രേരകമാണ് H3PO4. H3PO4 എന്ന് പറയുമ്പോൾ ഫോസ്ഫോറിക് ആസിഡ്. Phosphoric acid is a negative catalyst which is used to decrease the speed of decomposition of hydrogen peroxide. ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ ചില സമയങ്ങളിൽ നമുക്ക് വളരെ കുറഞ്ഞ, ഇപ്പോൾ കുറേ ഫ്രീക്വൻ്റ് ആയിട്ടല്ല, വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഓക്സിജൻ വളരെ സ്ലോ ആയിട്ട് സപ്ലൈ ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താ ചേർത്ത് കൊടുക്കേണ്ടത്? ഹൈഡ്രജൻ പെറോക്സൈഡിലേക്ക് ഫോസ്ഫോറിക് ആസിഡ് ചേർക്കുക. അപ്പോൾ ഫോസ്ഫോറിക് ആസിഡ് ഇവിടെ നെഗറ്റീവ് കാറ്റലിസ്റ്റ്, നെഗറ്റീവ് ഉൽപ്രേരകമായിട്ട് പ്രവർത്തിക്കും. അതായത് എന്താണ്? ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ വിഘടനത്തിൻ്റെ സാവധാനത്തിലാണ് ആ സ്പീഡിനെ വീണ്ടും ഒന്നും കൂടി കുറയ്ക്കുന്നു, വളരെ സ്ലോ ആയിട്ട് ഓക്സിജനെ പുറത്തു വിടുന്നു. അപ്പോൾ ഒരു രാസപ്രവർത്തനത്തിൻ്റെ വേഗത വർദ്ധിപ്പിക്കാൻ ചേർക്കുന്ന കാറ്റലിസ്റ്റുകളാണ് പോസിറ്റീവ് കാറ്റലിസ്റ്റ്. അതുപോലെ ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ വേഗത കുറയ്ക്കാൻ, സ്പീഡ് കുറയ്ക്കാൻ ചേർക്കുന്ന കാറ്റലിസ്റ്റാണ് നെഗറ്റീവ് കാറ്റലിസ്റ്റ്. അപ്പോൾ ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ വിഘടനത്തിൽ പോസിറ്റീവ് കാറ്റലിസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന സബ്സ്റ്റൻസ് ആണ് MnO2, മാംഗനീസ് ഡൈ ഓക്സൈഡ്. ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ വിഘടനത്തിൽ നെഗറ്റീവ് കാറ്റലിസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന സബ്സ്റ്റൻസ് ആണ് ഫോസ്ഫോറിക് ആസിഡ്. ഓക്കെ, ആശയം വ്യക്തമാണെന്ന് വിചാരിക്കുന്നു. പിന്നെ അതുപോലെ കാറ്റലിസ്റ്റ് യൂസ് ചെയ്യുന്ന വേറെ സന്ദർഭങ്ങളുണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ വേണമെങ്കിൽ 1-2 അമോണിയയുടെ പ്രിപ്പറേഷൻ. അമോണിയ NH3 എന്ന് പറഞ്ഞാൽ എന്താണ്? അമോണിയാണ്. അമോണിയയുടെ നിർമ്മാണത്തിൽ അയൺ ഈസ് യൂസ്ഡ് ആസ് കാറ്റലിസ്റ്റ്. കാറ്റലിസ്റ്റായിട്ട് ഉപയോഗിക്കുന്നത് ഇരുമ്പാണ് അമോണിയയുടെ പ്രിപ്പറേഷനിൽ. അതുപോലെ തന്നെ സൾഫ്യൂരിക് ആസിഡിൻ്റെ പ്രിപ്പറേഷൻ. സൾഫ്യൂരിക് ആസിഡിന് എങ്ങനെ എഴുതാം? H2SO4 എന്ന് പറഞ്ഞാൽ സൾഫ്യൂരിക് ആസിഡ്. സൾഫ്യൂരിക് ആസിഡിൻ്റെ പ്രിപ്പറേഷനിൽ, സൾഫ്യൂരിക് ആസിഡിൻ്റെ നിർമ്മാണത്തിൽ കാറ്റലിസ്റ്റായിട്ട് ഉപയോഗിക്കുന്നതാണ് V2O5. V2O5 എന്ന് പറഞ്ഞാൽ വനേഡിയം പെൻറ്റോക്സൈഡ്. വനേഡിയം പെൻറ്റോക്സൈഡ്. അമോണിയയുടെ നിർമ്മാണത്തിലും സൾഫ്യൂരിക് ആസിഡിൻ്റെ നിർമ്മാണത്തിലും കാറ്റലിസ്റ്റ് ഉപയോഗിക്കുന്നു. ഇവ രണ്ടും ഏത് കാറ്റലിസ്റ്റാണ്? പോസിറ്റീവ് കാറ്റലിസ്റ്റാണ്. പോസിറ്റീവ് കാറ്റലിസ്റ്റുകളാണ്. അതായത് രാസപ്രവർത്തനത്തിൻ്റെ വേഗത വർദ്ധിപ്പിക്കാൻ ചേർക്കുന്ന കാറ്റലിസ്റ്റാണ് ഇരുമ്പ് അമോണിയയുടെ നിർമ്മാണത്തിൽ. അതുപോലെ സൾഫ്യൂരിക് ആസിഡിൻ്റെ നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന പോസിറ്റീവ് കാറ്റലിസ്റ്റാണ് V2O5, വനേഡിയം പെൻറ്റോക്സൈഡ്. അപ്പോൾ ആശയം വ്യക്തമാണെന്ന് വിചാരിക്കുന്നു. എന്താണ് കാറ്റലിസ്റ്റുകൾ? കാറ്റലിസ്റ്റ് എങ്ങനെയാണ് രാസപ്രവർത്തനത്തിൻ്റെ വേഗതയെ സ്വാധീനിക്കുന്നത്? പോസിറ്റീവ് കാറ്റലിസ്റ്റ്, നെഗറ്റീവ് കാറ്റലിസ്റ്റ്, ഓരോന്നിനും എക്സാമ്പിൾസ് മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ക്ലാസ്സിൽ ചർച്ച ചെയ്തത് ടെമ്പറേച്ചർ ആൻഡ് കാറ്റലിസ്റ്റ്, താപനിലയും അതുപോലെ ഉൽപ്രേരകവും എങ്ങനെയാണ് രാസപ്രവർത്തനത്തിൻ്റെ വേഗതയെ സ്വാധീനിക്കുന്നതെന്നാണ്. അപ്പോൾ 9ാമത്തെ അധ്യായം, 9ാം ക്ലാസ്സിലെ 3ാമത്തെ അധ്യായം ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഇനി എല്ലാവരും ചെയ്യാനുള്ളത് ക്ലാസ്സുകൾ കണ്ട ആവശ്യമുള്ള നോട്ട്സ് എഴുതിയിട്ടുണ്ടായിരിക്കും. അതിൻ്റെ കൂടെ ടെക്സ്റ്റിലുള്ള ഫോളോ അപ്പ് ആക്ടിവിറ്റീസ് ഉണ്ട് അല്ലേ, തുടർ പ്രവർത്തനങ്ങൾ 2 പേജിൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. ഈ ക്ലാസ് കേട്ട് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അതിന് ഉത്തരം എഴുതാൻ കഴിയുമെന്ന് വിചാരിക്കുന്നു. ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബാക്കി അടുത്ത ചാപ്റ്റർ 4ാമത്തെ അധ്യായം നമുക്ക് അടുത്ത ക്ലാസ്സിൽ തുടങ്ങാം.